ശബരിമല സ്വർണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ബി.ജെ.പി. നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ ഇതോടകം നിരവധി ലൈക്കെല്ലാം വാങ്ങി കുറെ പേർക്ക് ഷെയർ ചെയ്തങ്ങ് ഫേമസ് ആയപ്പോൾ ബി.ജെ.പി. നേതാക്കൾ പറയുന്നത് ഈ ചിത്രങ്ങളൊന്നും ഒറിജിനൽ അല്ല, ഫുൾ AI ആണെന്നാണ്. AI ആവുമ്പോൾ തിരിച്ച് ആരുമൊന്നും ചോദിക്കുകയുമില്ല, പറയുകയുമില്ല. സംഗതി ഉടായ്പാണെങ്കിലും ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായിട്ടുണ്ട് AI, പ്രത്യേകിച്ചും രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ. കർണാടക മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സദാനന്ദ ഗൌഡയും ഉപമുഖ്യമന്ത്രിയായിരുന്ന അശ്വന്ത് നാരായണും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നത്. 2020 ജനുവരിയിൽ ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണവാതിലുകളുടെ സമർപ്പണത്തിനാണ് ഇരുവരും പോറ്റിക്കൊപ്പം എത്തിയത്. മണിക്കൂറുകളോളം ഇരു നേതാക്കളും പോറ്റിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തു. നേതാക്കളുമായി പോറ്റി അടുത്തിടപഴകുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഏറെക്കാലമായി ബംഗളൂരുവിൽ താമസിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർണാടകത്തിലെ ബി.ജെ.പി. നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, UDF കൺവീനർ അടൂർ പ്രകാശ് MP, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി എന്നിവർക്കൊപ്പമുള്ള പോറ്റിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. അതേസമയം ശബരിമല സുവർണക്കൊള്ളയിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന നേതാക്കൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞാൽ ഉറപ്പായും നടപടി സ്വീകരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ട്. UDFും ബി.ജെ.പിയും കെട്ടിപ്പൊക്കിയ പോറ്റി കോട്ട തകർന്നു വീണു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടുതൽ മിണ്ടാത്തത് പ്രശ്നമാകുമെന്ന് ഭയന്നാണെന്നും ബിനോയ് വിശ്വം തുറന്നടിക്കുന്നുണ്ട്. UDF കൺവീനർ MP ഉൾപ്പെടെയുള്ളവർ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കൂടുതൽ മിണ്ടിയാൽ പ്രശ്നമാകുമെന്ന് UDF നേതാക്കൾക്ക് നല്ലതുപോലെ അറിയാം. മൗനം വിദ്വാനുഭൂഷണം, അതാണ് പ്രതിപക്ഷ നേതാവ് ഒന്നും മിണ്ടാത്തതെന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. കുറ്റം ചെയ്തത് ആരായാലും LDF നടപടിയെടുക്കുമെന്നും അത് പത്മകുമാർ ആയാലും ശങ്കർദാസ് ആയാലും അങ്ങനെ തന്നെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നുണപ്രചരണമാണ് UDF നടത്തുന്നത്. ശബരിമലയിലെ ഒരു ചില്ലിക്കാശ് കളവ് ചെയ്തെന്നറിഞ്ഞാൽ ഏത് പാർട്ടി ആയാലും വെറുതെ വിടില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നുണ്ട്. പോറ്റിയുടെ ബന്ധുക്കൾ ആരാണെന്ന് ഇപ്പോൾ ജനങ്ങൾ കാണുന്നുണ്ടെന്നും ബിനോയ് വിശ്വം പറയുകയാണ്. കാറ്റ് LDFന് അനുകൂലമാണെന്നും മൂന്നാം LDF സർക്കാർ ഉറപ്പായി എന്നും അദ്ദേഹം പറയുകയാണ്. മൂന്നാം ഊഴം അതിന്റെ ഭാഗമായി സംഭവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.